യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വധശിക്ഷ വിധിച്ചിരുന്നതാണ് തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമോ പാർലമെന്റ്? നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഏതൊക്കെ തലത്തിൽ ഇടപെടാൻ പറ്റുമോ ഇടപെടണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കേരളത്തിലെ MP-മാർ ഒരുമിച്ച് ഗവൺമെൻറ്റിനെ, വിദേശകാര്യമന്ത്രിയും കഴിയുമെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. പഹൽഗാമിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണം, അതിൽ 26 മനുഷ്യജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ലോകത്തെ ആകെ നടുക്കിയ ഒരു തീവ്രവാദി ആക്രമണമാണ്. അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ജമ്മു കാശ്മീരിലെ ഗവർണർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ, അതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശം ഉന്നയിച്ചു. എൻ്റെ ഇടപെടൽ കൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്നും സീസ് നടത്തിയതെന്നും ഒക്കെ പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് അത് അവകാശപ്പെടുകയാണ്. നിജസ്ഥിതി എന്താണെന്ന് അറിയണം. ഇവിടെ ഗവൺമെൻറ് എന്താണ്, ട്രംപിൻ്റെ അവകാശവാദത്തെക്കുറിച്ച് ഗവൺമെൻറ്റിന് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ട് പഹൽഗാം ആക്രമണവും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറും കഴിഞ്ഞിട്ട് ചേരുന്ന ആദ്യത്തെ സമ്മേളനമാണ് ഈ മൺസൂൺ സെഷൻ. അപ്പോൾ ഈ സെഷനിൽ അത് ചർച്ച ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ഒന്നാമത്തെ അജണ്ടയായിട്ട് ഞങ്ങൾ സഭയിൽ കൊണ്ടുവരിക.